ഇത് ഉയർത്തിക്കൊണ്ടാണ് UDF ഈ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു മലയോര മേഖലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എൻ്റെ മണ്ഡലത്തിലെ 70% ഈ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളും വോട്ടർമാരുമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചും വലിയ വിഷയത്തിലും പ്രയാസത്തിലുമാണ് ജനങ്ങളുള്ളത്. വന്യമൃഗവുമായി ബന്ധപ്പെട്ടും ഫോറസ്റ്റിന്റെ അമിത അധികാര ദുർവിനിയോഗമൊക്കെ സ്വാഭാവികമായിട്ടും അതിനെതിരെ UDF നടത്തുന്ന സമരത്തിൽ പങ്കാളിയാകും. ഇതിനു മുമ്പ് ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഈ വന്യജീവികളും വനവുമായി ബന്ധപ്പെട്ട കർഷകരുടെ പ്രശ്നങ്ങളിൽ സത്യസന്ധമായി ആര് സമരം നടത്തിയാലും അതിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പങ്കെടുക്കലാണ് ഇന്ന് 10 മണിക്ക് ഈ ജാഥയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ ലീഗിന്റെ വേദിയിൽ സജീവമായി തന്നെ പങ്കെടുക്കുന്നു, ഇന്ന് കോൺഗ്രസിന്റെ വേദിയിൽ, അങ്ങനെ സജീവമായിട്ട് UDFന്റെ ഭാഗമായി ഔദ്യോഗികം അല്ലെങ്കിൽ പോലും ആയി കഴിഞ്ഞു അല്ലേ? ഇല്ല, അങ്ങനെയൊന്നും പറയേണ്ടത്. നമ്മളെന്താ പറഞ്ഞത്, പരിപൂർണമായിട്ടും നിരുപാധിക പിന്തുണയാണ് പിണറായി സത്തെ താഴിറക്കാൻ. ഞാൻ എന്റെ MLA പദവി രാജിവെക്കുന്ന ആ സദസ്സിൽ നിലമ്പൂരിലെ ജനങ്ങളോട്, കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറഞ്ഞ ഒരു വാക്കതാണ്, പിണറായിസം അവസാനിപ്പിക്കണം. കാരണം അത്ര വലിയ ദുരിതത്തിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഇനി ഏകദേശം 410 ദിവസമാണുള്ളത്. ഈ 410 ദിവസത്തിലെ ഓരോ ദിവസവും ഈ പിണറായി സത്തെ താഴിറക്കാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിക്കുമെന്ന് പറഞ്ഞതാണ്. അതിന്റെ പ്രവൃത്തി പദത്തിലാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിന് ഇന്നുവരെ കിട്ടിയിട്ടില്ലാത്ത തോൽവിയുടെ പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിലുണ്ടാകും. അതിനെതിരെയുള്ള ആ പ്രഹരത്തിന്റെ ആരംഭമായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങളെ എനിക്കറിയാം. അവരുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. രാജിവെച്ചിട്ടും ഞാൻ അവരുടെ ഇടയിൽ തന്നെയാണ്. 30,000-ൽ കുറയാത്ത വോട്ടിന് പിണറായി സത്തിനെ ഞങ്ങൾ നിലമ്പൂരിൽ തോൽപ്പിക്കും. ജനങ്ങളതിന് കാത്തിരിക്കുകയാണ്. PV സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായി.